കാത്തിരുന്നിട്ടും മെതിയന്ത്രം കിട്ടാത്തതിനാൽ കുട്ടനാട്ടിൽ കർഷകൻ നെൽക്കറ്റ കത്തിച്ചു. നിലമ്പേരൂർ ഈര മൂക്കോടി കാഞ്ഞുകരിപ്പാടത്തെ കർഷകനായ TV യോഹന്നാനാണ് കറ്റയ്ക്ക് തീയിട്ടത്. 4000 കിലോ നെല്ല് ലഭിക്കുന്ന കറ്റയാണ് തീയിട്ടത്. പ്രതികൂല കാലാവസ്ഥയോട് പൊരുതി നെല്ല് വിളയിച്ചാലും തീരുന്നില്ല കുട്ടനാട്ടിലെ കർഷകരുടെ ദുരിതം. നീലംപേരൂർ മുക്കോടി കാഞ്ഞിരപ്പാടത്തെ കർഷകനായ TV യോഹന്നാൻ 15 ദിവസം കാത്തിരുന്നും അടുത്താണ് കറ്റ കത്തിച്ചത്. 4000 കിലോയോളം നെല്ല് ലഭിക്കുന്ന കറ്റകളാണ് കൂട്ടിയിട്ട് കത്തിച്ചത്. 1 കിലോ നെല്ലിന് കൈകാര്യ ചെലവടക്കം 28 രൂപ 32 പൈസയാണ് കർഷകന് ലഭിക്കുക. അങ്ങനെ നോക്കിയാൽ 1.25 ലക്ഷം രൂപയുടെ നെല്ലാണ് കത്തിപ്പോയത്. 200 ഏക്കർ പാടശേഖരത്തിലെ 4.5 ഏക്കറിലെ പാട്ടകർഷകനാണ് യോഹന്നാൻ. കൊയ്ത്തിന് തയ്യാറായ പാടത്ത് മാർച്ച് 26-ന് യന്ത്രമെത്തിയിരുന്നു. അപ്പോഴേക്കും ശക്തമായ മഴ തുടങ്ങി. പശയുള്ള മണ്ണായതിനാൽ യന്ത്രം പലവട്ടം പാടത്ത് താണു. 145 ഏക്കർ കഴിഞ്ഞപ്പോഴേക്കും കൊയ്ത്തുമതിയാക്കി യന്ത്രങ്ങളുമായി വന്നവർ സ്ഥലം വിട്ടു. പിന്നീട് പലവട്ടം വിളിച്ചിട്ടും യന്ത്രമെത്തിയില്ല. നിവർത്തിയില്ലാതെ 42 മറുനാടൻ തൊഴിലാളികളെ വെച്ച് ബാക്കിയുണ്ടായിരുന്ന 2.5 ഏക്കറിൽ 2 ഏക്കർ കൊയ്യിച്ചു. 50,000-ഓളം രൂപയും അതിനു മാത്രം ചെലവായി. തുടർന്ന് കറ്റ മെതിക്കാനുള്ള യന്ത്രത്തിനായി പലരെയും സമീപിച്ചെങ്കിലും ആരും വന്നില്ല. കൂട്ടിയിട്ട കറ്റകൾ മഴയത്ത് ചീഞ്ഞു തുടങ്ങിയതോടെയാണ് കത്തിച്ചതെന്ന് യോഹന്നാൻ പറയുന്നു. മഴയുടെ ഒരു അഭാവവും കൊയ്ത്ത് മെഷീൻ്റെ ഒരു അഭാവവും മൂലമാണ് ഇത് ഇത്രയും ഇങ്ങനെ നശിച്ചുവാനായിട്ടുള്ള കാരണം. സമയത്ത് കൊയ്യാൻ പറ്റിയില്ല. അതൊന്ന് വണ്ടിൻ്റെ ഒരു കൽക്കെട്ട് ഒന്നും ഇല്ലാത്തൊരു പാടമാണിത്. മോട്ടോർ ഒന്നും സുരക്ഷിതമല്ലാത്ത ഒരു പാടശേഖരം കൂടിയാണ്. 42 ബംഗാളികളെ നിർത്തി 2.5 ഏക്കർ ഞാൻ കൊയ്തതാണ്. കൊയ്ത് വെച്ചിട്ടും മിഷ്യൻകാരോട്, ഇവിടെ ഉണ്ടായിരുന്ന മിഷ്യൻകാരോട് പറഞ്ഞിട്ട് പോലും അവരത് ചെയ്യാതെ വന്നതിൻ്റെ ഒരു മനോവിഷമത്തിൽ ഞാൻ ചെയ്തതാണിത്. നെൽക്കറ്റ പാടത്ത് കിടന്ന് ചീഞ്ഞാൽ അതെടുത്തു മാറ്റാൻ മാത്രം 10,000-ലധികം രൂപ വീണ്ടും മുടക്കണം. അതിനേക്കാൾ നല്ലത് കത്തിച്ചു കളയുന്നതാണെന്നും യോഹന്നാൻ പറഞ്ഞു. കടം മേടിച്ചും പാട്ടത്തിനടുത്തും കൃഷി ചെയ്യുന്ന കർഷകരാണ് വിള കൊയ്തിട്ടും ദുരിതം തീരാതെ സ്വയം ശപിച്ച് കഴിയുന്നത്. പലതവണ പരാതികൾ നൽകിയെങ്കിലും സർക്കാർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. ജനം, ആലപ്പുഴ.